എയുടെ എക്സാമിനായാലും ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിനായാലും അടുത്തൊരു മെയിൻ ടോപ്പിക് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ ഒരു ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് എക്സാമിനും കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സോഴ്സസ് ഓഫ് വാട്ടർ നമുക്കറിയാം. സോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും വി ഹാവ് രണ്ട് ടൈപ്പ് സോഴ്സസ് ആണല്ലേ ഉള്ള സോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ടൈപ്പ് സോഴ്സസ് ആണുള്ളത്. ഏതൊക്കെയാണ് നമ്മുടെ എഴുതിക്കോ കേട്ടോ, ഇതിൻ്റെ ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ എഴുതിക്കോ. സർഫസ് സോഴ്സസും ഉണ്ട്, അതുപോലെ തന്നെ സബ് സർഫസ് സോഴ്സസും ഉണ്ട്. ഓക്കെ, സർഫസ് സോഴ്സും ഉണ്ട്, സബ് സർഫസ് സോഴ്സസും ഉണ്ട്. സർഫസ് സോഴ്സിനകത്ത് ഏതൊക്കെ വരും? റിവർ വരും. ഏത് വരും? റിവർ, ലേക്ക്, സീ, അതുപോലെ തന്നെ ഡാം അല്ലെങ്കിൽ റിസർവോയർ. ഇതെല്ലാം എന്താണ്? സർഫസ് സോഴ്സാണ്. ഓക്കെ, ദെൻ സബ് സർഫസ് സോഴ്സിൽ ഏതൊക്കെ വരുമെന്ന് ചോദിച്ചാൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറവ എന്ന് പറയും. ദെൻ വെൽ, ട്യൂബ് വെല്ല്, ദെൻ ഇൻഫിൽട്രേഷൻ ഗാലറി, ആൻഡ് ഇൻഫിൽട്രേഷൻ വെല്ല്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്? സർഫസ് സോഴ്സിനകത്തും സബ് സർഫസ് സോഴ്സിനകത്തും വരുന്ന സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് സർഫസ് സോഴ്സ് ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് റിവർ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സർഫസ് സോഴ്സ് ഏതാണ്? ഇറ്റ് ഈസ് റിവറാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് സർഫസ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സർഫസ് സോഴ്സ്, എന്താണ് സബ് സർഫസ് സോഴ്സ് എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. സർഫസ് സോഴ്സ് എന്നതാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടി ഒഴുകുന്ന സോഴ്സസ്. സബ് സർഫസ് ആണെങ്കിലോ അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് സബ് സർഫസ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതുന്നതിന് ഞാൻ വിവരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സ്പ്രിംഗ് ആണ്. നമുക്ക് സർഫസ് സോഴ്സിനെ പറ്റി അധികം പഠിക്കാനില്ല. നമ്മൾ പഠിക്കേണ്ടത് സബ് സർഫസ് സോഴ്സിനെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സ്പ്രിങ്സ് ആണ്. ഓക്കെ, സ്പ്രിങ്സ്. അപ്പോൾ അപ്പോൾ സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനേഷൻ നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ അതിൻ്റെ സർഫസിൽ കൂടി ഒഴുകുന്ന നാച്ചുറൽ ഔട്ട്ഫ്ലോയെ പറയുന്ന പേരാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. അതായത് ഉറവ. എന്താണ്? നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഹൈ ലെവൽ, അതായത് നമ്മുടെ സർഫസിനോട് ചേർന്നാണ് കിടക്കുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യും? നമ്മുടെ സർഫസിൽ കൂടി ഒഴുകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പ്രിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ at the surface. Natural outflow of groundwater at the surface. അതിനാണ് നമ്മൾ സ്പ്രിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്പ്രിങ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് വാട്ടർ മാത്രമേ തരത്തുള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ ഒരു സോഴ്സ് ഓഫ് വാട്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അത് നമുക്ക് വേണ്ട. ഇനി സ്പ്രിങ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എഴുതിക്കോ, ഗ്രാവിറ്റി സ്പ്രിങ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സർഫസ് സ്പ്രിങ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ആർട്ടീഷ്യൻ സ്പ്രിങ്. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പാണ് സ്പ്രിങ്സ് ഉള്ളത്. അതിൽ ഗ്രാവിറ്റി സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ഹില്ലി ഏരിയാസ് എടുക്കണം. ഈ പടം അങ്ങ് വരച്ച് വെച്ചാൽ മതി കേട്ടോ. ഹില്ലി ഏരിയ ആണ്. ആൻഡ് ഇവിടെ വരെയാണ് അതിൻ്റെ വാട്ടർ ടേബിൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ വാട്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകും. അതിനാണ് നമ്മൾ ഗ്രാവിറ്റി സ്പ്രിങ്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു? സ്പ്രിങ് ഒഴുകുന്നു. ദെൻ സർഫസ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ദിസ് ഈസ് അവർ ഹിൽ ആൻഡ് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഹില്ലിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു റീറ്റെയിനിങ് വോള്, ഇതെന്താണ്? എൻ്റെ റീറ്റെയിനിങ് വോളാണ്. വരച്ചോ കേട്ടോ. റീറ്റെയിനിങ് വോള് ഞാൻ പണിയുവാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്നും വരുന്ന വാട്ടറിനെ ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇതിനെയാണ് സർഫസ് സ്പ്രിങ് എന്ന് പറയുന്നത്. പിന്നെ ആർട്ടീഷ്യൻ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് 2 ഇംപെർമിയബിൾ ലെയറുണ്ട്. ഓക്കെ, ഇത് രണ്ട് ഇംപെർമിയബിൾ ലെയറാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രൗണ്ട് സർഫസ് ആണ്. ഓക്കെ, ഇതൊന്നും എന്താണ്? എൻ്റെ ഇംപെർമിയബിൾ ലെയറാണ്. ഓക്കെ, ഇംപെർമിയബിൾ ലെയറാണ്. ഈ 2 ഇംപെർമിയബിൾ ലെയറിനിടയിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ, അതായത് ഒരു കൺഫൈൻഡ് അക്യുഫർ, ഓക്കെ, ഹൈ പ്രഷറിൽ റീറ്റെയിൻ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു വെല്ല് കണക്കിന് ഞാനിവിടെ കുഴിച്ച് ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വെല്ല് ഉണ്ടാക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നിന്നും വാട്ടർ നല്ല ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് കയറും ആണല്ലോ. ഇതുവഴി കയറി ഇവിടെ നിന്നും പുറത്തേക്ക് വരും. സോ
സബ്സർഫസ് വാട്ടർ ഒബ്റ്റെയിൻഡ് അറ്റ് പ്രഷർ. എന്താണ് ഇവിടെ എഴുതിക്കോ, ആർട്ടിഫിഷ്യൽ സ്പ്രിങ്ങിലാണ് എഴുതേണ്ടത്. സബ്സർഫസ് വാട്ടർ ഒബ്റ്റെയിൻഡ് അണ്ടർ പ്രഷർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ സ്പ്രിങ്. ഓക്കെ, അപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ സ്പ്രിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒരു കൺഫൈൻഡ് അക്യൂഫറാണ്. അത് രണ്ട് ഇമ്പെർമിബിൾ ലെയറിന് ഇടയിലായിട്ട് ഇങ്ങനെ വാട്ടർ കൺഫൈൻ ചെയ്തേക്കണം. അപ്പോൾ അതെന്തായും നല്ല പ്രഷറിലായിരിക്കും ഇവിടെ വാട്ടർ ഉണ്ടാവുക. സോ ഞാൻ ഇവിടേക്ക് എന്ത് ചെയ്യും, ഒരു വെള്ളം എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും, ഈ സബ്സർഫസ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയല്ലോ, സബ്സർഫസ് വാട്ടർ ഒബ്റ്റെയിൻഡ് അണ്ടർ പ്രഷർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർട്ടിഫിഷ്യൽ സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള വെല്ലാണ്. ഓക്കെ, ഏതാണ് വെല്ലിനെ പറ്റിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ വെല്ലിൽ അധികം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ട, അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മതി. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെല്ലിൻ്റെ ഡയമീറ്റർ. എഴുതിക്കോ, വെല്ലിൻ്റെ ഡയമീറ്റർ 2 to 9 മീറ്റർ ആണ്. ആൻഡ് അതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 2 to 6 ലിറ്റേഴ്സ് 2 to 6 ആണ്, 2 to 6 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഓക്കെ, ഈൽഡ് അല്ലെങ്കിൽ നമ്മുടെ അതായത് ഈൽഡ് എന്ന് എന്താണ്, നമുക്ക് ആ വെല്ലിൽ നിന്നും നമുക്ക് ആ വാട്ടർ കിട്ടുന്നതിൻ്റെ റേറ്റ്, അതാണ് 2 to 6 ലിറ്റേഴ്സ് പെർ സെക്കൻഡാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ആവറേജ് ഡെപ്ത്, വെല്ലിൻ്റെ ആവറേജ് ഡെപ്ത് വരുന്നത് ഇറ്റ് ഈസ് 17 മീറ്റർ. ഓക്കെ, ദെൻ ഇത് പഠിക്കാൻ എളുപ്പവഴിയുണ്ട്, ഞാൻ പറഞ്ഞു തരാം വാല്യൂസ്. ഓക്കെ, ഇനി നിങ്ങൾ ആ പേജിൻ്റെ തന്നെ നടുക്കായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അടുത്ത് ഇവിടെ എഴുതിക്കുക ട്യൂബ് വെൽ. നമുക്ക് രണ്ടും ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ട്യൂബ് വെൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡയമീറ്റർ വരുന്നത് 15 to 45 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 45 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ആൻഡ് ആവറേജ് ഡെപ്ത് ഈസ് 70 മീറ്റർ. ഇനി ഇത് പഠിക്കാൻ ഞാൻ എളുപ്പം പറഞ്ഞുതരാം. ഫസ്റ്റത്തത് പഠിക്കുക രണ്ടിലും. വെല്ലിൻ്റെ ഡയമീറ്റർ എത്രയാണ്, ഇറ്റ് ഈസ് 2 to 9 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 2 to 9 മീറ്റർ ഡയമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈൽഡ് എത്രയായിരിക്കും, ഇവിടെ 2 അല്ലേ, അപ്പോൾ ഇവിടെയും 2 to 6 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇനി അതിൻ്റെ ആവറേജ് ഡെപ്ത് 17 മീറ്റർ ആണ്. ഇവിടെ ആവറേജ് ഡെപ്ത്, വെല്ലിൻ്റെ ആവറേജ് ഡെപ്ത് 17 മീറ്റർ ആണെങ്കിൽ ട്യൂബ് വെല്ലിൻ്റെ ആവറേജ് ഡെപ്ത് ഇറ്റ് ഈസ് 70 മീറ്റർ. ഓക്കെ, അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി ട്യൂബ് വെല്ലിൻ്റെ ഡയമീറ്റർ എത്രയാണ്, ഇറ്റ് ഈസ് 15 to 45 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ഡയമീറ്ററിനേക്കാൾ കുറവാണ്, സെൻറ്റിമീറ്ററിലാണ് വരുന്നത്, 15 to 45 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ 15 to 45 സെൻറ്റിമീറ്റർ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഈ രണ്ടാമത്തെ വാല്യൂ 45 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ ട്യൂബ് വെല്ലിൻ്റെ ഈൽഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വെല്ലിൻ്റെ ഡയമീറ്റർ 2 to 9 മീറ്റർ ആണ്. 2 to 9 ആണെങ്കിൽ അതേപോലെ തന്നെ 2 to 6 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് ഈൽഡ് എന്ന് പറയുന്നത്. ആവറേജ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 17 മീറ്റർ ആണ്. അപ്പോൾ വെല്ലിൻ്റെ ആവറേജ് ഡെപ്ത് 17 മീറ്റർ ആണെങ്കിൽ ട്യൂബ് വെല്ലിൻ്റെ ആവറേജ് ഡെപ്ത് എത്രയായിരിക്കും, ഇറ്റ് ഈസ് 70 മീറ്റർ. ഇനി ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറവാണ്, ദറ്റ് ഈസ് 15 to 45 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ രണ്ടാമത്തെ വാല്യൂ 45 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് അവൻ്റെ ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വെല്ലിനെ നമുക്ക് ഷാലോ വെല്ലെന്നും ഡീപ്പ് വെല്ലെന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, ഷാലോ വെല്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഞാനിപ്പോൾ ഒരു വെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് സർഫസ് ആണ്. താഴെയായിട്ട് ഒരു ഇമ്പെർമിബിൾ ലെയർ ഉണ്ട്. ഇവിടെ രണ്ടിടത്ത് എന്താണ് ഇമ്പെർമിബിൾ ലെയറാണ്. ആൻഡ് ഇവിടെയും വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും വാട്ടർ ഉണ്ടെന്ന് വയ്ക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഞാനൊരു വെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഞാൻ ഒരു വെല്ല് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇവിടെ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇമ്പെർമിബിൾ ലെയറിനെ പെനട്രേറ്റ് ചെയ്യുന്നുണ്ടോ, ഇവിടെ ഉണ്ടോ, ഇല്ല, ഇതുവരെ വരുന്നുള്ളൂ. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പെർമിബിൾ ലെയറിനെയും പെനട്രേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു വെല്ലിനെ വിളിക്കുന്ന പേരാണ് ഷാലോ വെല്ലെന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ ഒരു പെർവിയസ് ലെയറിൽ നിന്നും എന്ത് ചെയ്യുന്നു, വാട്ടർ കളക്ട് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് പെനട്രേറ്റിംഗ് എനി ഇമ്പെർമിബിൾ ലെയർ. ഈ ഇമ്പെർമിബിൾ ലെയറിനെ ഒന്നും പെനട്രേറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ വേറൊരു വെല്ല് വരയ്ക്കുവാണ്, ഇങ്ങനെ വരയ്ക്കുവാണ്. ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ രണ്ട് ഇമ്മർബിബിൾ ലെയറിനെയും ഈ ഒരു വെല്ല് പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡീപ്പ് വെല്ല്. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഗ്രൗണ്ട് സർഫസ് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നുണ്ടോ, ഇല്ല അല്ലേ. അപ്പം എൻ്റെ ഈ ഒരു ഇമ്പെർമിബിൾ ലെയർ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പോവുകയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ പോവുകയാണ്. ആൻഡ് എൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ വീണ്ടും എൻ്റെ ഒരു വെല്ല് ഞാൻ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഇവിടെ കൺസ്ട്രക്ട് ചെയ്തപ്പോഴത്തേക്കും ഇത്രയും ഡെപ്തിൽ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു.
ഇതെന്താണ്, അതിൻ്റെ ഡെപ്ത് കൂടി, ബട്ട് അത് ഡെപ്ത് കൂടി എന്ന് പറഞ്ഞാൽ അത് ഡീപ്പ് വെല്ലാവോ? ഇല്ല. ഇറ്റ് ഈസ് ഓൾസോ എ ഷാലോ വെൽ. ഷാലോ വെൽ എന്ന് പറയാൻ കാരണം എന്താണ്, അത് ഈ ഒരു ഇമ്പർമിബിൾ ലെയറിനെ അത് ഇത് ചെയ്യുന്നുണ്ടോ, പെനട്രേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എൻ്റെ ഡീപ്പ് ട്യൂബ് വെൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊന്നും എന്താണ്, ഒരു ഡീപ്പ് ട്യൂബ് വെല്ലാണ്. സോ നമുക്ക് വേണമെങ്കിൽ ചില സർക്കംസ്റ്റൻസസിൽ ഈ ഷാലോ വെല്ലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ട്യൂബ് വെല്ലിൻ്റെ ഡെപ്തിനേക്കാളും കൂടുതലാകാം. ഓക്കെ, ട്യൂബ് വെല്ലല്ല, ഡീപ്പ് വെല്ലിൻ്റെ ഡെപ്തിനേക്കാളും കൂടുതലാവാം. അങ്ങനത്തെ ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ഷാലോ വെൽ കളക്ട്സ്, വെല്ലിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. വെല്ലെന്ന് പറയുന്നത് ഷാലോ വെല്ലും ഉണ്ട്, അതുപോലെ തന്നെ ഡീപ്പ് വെല്ലും ഉണ്ട്. എന്താണ് ഷാലോ വെൽ കളക്ട്സ് ഇറ്റ്സ് വാട്ടർ ഫ്രം underlying pervious layer without penetrating any impervious layer. ഇനി ഡീപ്പ് വെല്ലാണെങ്കിൽ ഡീപ്പ് വെല്ല ഇറ്റ് കളക്ട്സ് വാട്ടർ ബൈ penetrating one or more impervious layer അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു നോട്ടെന്ന് പറഞ്ഞ് എഴുതിക്കോ. ഷാലോ വെൽസ് ഹാവ് ഡെപ്ത് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡീപ്പ് വെൽ. ബട്ട് ഡിസ്ചാർജ് വിൽ ബി മോർ ഫോർ ഡീപ്പ് വെൽ. അപ്പോൾ നമ്മൾ ഷാലോ വെല്ലായിക്കോട്ടെ ഡീപ്പ് വെല്ലായിക്കോട്ടെ ഡിസ്ചാർജ് ഏതിനായിരിക്കും കൂടുതൽ? ഡീപ്പ് വെല്ലിനാണ് ഡിസ്ചാർജ് കൂടുതൽ. അത് മറക്കരുത് കേട്ടോ. ഷാലോ വെല്ലിൻ്റെ ഡെപ്ത് ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഷാലോ വെല്ലിന് ഡീപ്പ് വെല്ലിൻ്റെക്കാളും ഡെപ്ത് കുറയുകയോ കൂടിയോ ഇരിക്കാം. ഡിപ്പെൻസ്. ഈ ഇമ്പർമിബിൾ ലെയറിന് എന്ത് ചെയ്യുന്നുണ്ട്, പെനട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡീപ്പ് വെൽ. പെനട്രേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഷാലോ വെല്ല. പക്ഷേ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഏതിൽ തന്നെയായിരിക്കും? ഡീപ്പ് വെല്ലിൽ തന്നെയായിരിക്കും. ഇനി അടുത്ത് വരുന്നത് ട്യൂബ് വെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്, നമ്മൾ ആവറേജ് ഡെപ്ത് എത്രയാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് 70 മീറ്റർ എന്നല്ലേ പറഞ്ഞത്. സോ ഈ ഡെപ്ത്, നമ്മുടെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ 70 മീറ്റർ ആണെങ്കിൽ എഴുതിക്കോ കേട്ടോ. ആവറേജ് ഡെപ്ത് ഈസ് ലെസ് ദാൻ 70 മീറ്റർ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഷാലോ ട്യൂബ് വെൽ. എഴുതിക്കൊള്ളണേ ഇവിടെ. ഇനി ഇഫ് ഡെപ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 70 മീറ്റർ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡീപ്പ് ട്യൂബ് വെൽ. ഇനി നമുക്ക് ഈ ട്യൂബ് വെല്ലിനെ അതിൻ്റെ വാട്ടർ കളക്ട് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, എഴുതിക്കോ. ബേസ്ഡ് ഓൺ ദ വേ ഇൻ വിച്ച് വാട്ടർ ഈസ് കളക്റ്റഡ് ഫ്രം ദ ഗ്രൗണ്ട് ട്യൂബ് വെൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. ട്യൂബ് വെൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ. എന്താണ് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ? ആൻഡ് രണ്ടെന്ന് പറയുന്നത് ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെൽ. ഇതിൽ പേര് പറയുന്ന പോലെ തന്നെ സ്ട്രെയിനർ ടൈപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രെയിനർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ട്യൂബ് വെൽ ഇങ്ങനെ മണ്ണിലേക്ക് ഇറക്കുന്ന വഴിക്ക് ഇവിടെ ആയിരിക്കും വാട്ടറൊക്കെ ഉള്ളത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ സിൽറ്റ് പോലുള്ള ചെറിയ സിൽറ്റ് എന്നല്ല, ചെറിയ മൺതരികളൊക്കെ ഇതിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെയിനർ കൊടുക്കും. എന്നിട്ട് ഈ സ്ട്രെയിനർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ വാട്ടർ എന്ന് പറയുന്നത് ഇതിലേക്ക് പെർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് സ്ട്രെയിനർ ടൈപ്പ്. അതെന്ന് പറഞ്ഞാൽ ഈ ട്യൂബ് വെല്ലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, മുകളിലേക്ക് പമ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെല്ലിനായിരിക്കും. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്യൂബ് വെൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ട്യൂബ് വെൽ ഏതാണ്? ഇറ്റ് ഈസ് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്യൂബ് വെൽ ഇൻ ഇന്ത്യ. ഇനി ഇത് നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ ഫൈൻ സാൻഡി സ്ട്രേറ്റ എന്നാണ്. ഫൈൻ സാൻഡി സ്ട്രേറ്റയ്ക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫൈൻ സാൻഡി സ്ട്രേറ്റ. ഓക്കെ, ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെല്ലിന് വേറെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നുമില്ല. അതായത് നമ്മളിങ്ങനെ ഒരു ട്യൂബ് വെല്ല് ഇങ്ങനെ ഇറക്കിയിട്ട് അതിൻ്റെ താഴെയായിട്ടൊരു ക്യാവിറ്റി ഉണ്ടായിരിക്കും. ഇതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ വന്ന് കളക്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പമ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഡൺ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫിൽട്രേഷൻ വെല്ലാണ്. ഏതാണ്? ഇൻഫിൽട്രേഷൻ വെല്ല. അപ്പോൾ ഇൻഫിൽട്രേഷൻ വെല്ലെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഷാലോ വെൽസാണ്. നമ്മളൊരു റിവറിൻ്റെ
ബാങ്ക്സ് തീരത്തിന് ഇങ്ങനെ പാരലായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് വെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഫിൽട്രേഷൻ വെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഫിൽട്രേഷൻ വെല്ലിലേക്ക് സറൗണ്ടിങ് ഗ്രൗണ്ടിൽ നിന്നും എന്ത് ചെയ്യും, വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് കയറും. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ശരിക്കും ഇതിനകത്ത് എന്തുണ്ട്, ഇതൊരു ശരിക്കും ഒരു ബ്രിക്ക് മേസൻട്രിയിലാണ് നമ്മൾ ഈ ഒരു വെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഹാവിങ് ഓപ്പൺ ജോയിൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഹോൾസ് ഉണ്ടായി. ഓക്കെ, ഈ നമ്മുടെ ഈ സറൗണ്ടിങ് സർഫസിൽ നിന്നുള്ള വാട്ടർ, ഇപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ ഓപ്പൺ ജോയിൻസ് വഴി എന്ത് ചെയ്ത് പെർക്കുലേറ്റ് ചെയ്ത് ഈ വെല്ലിനകത്തേക്ക് കയറും. ആൻഡ് ഇറ്റ് ഈസ് പമ്പ്ഡ് ടു ദ എബോവ് ഗ്രൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ വാട്ടർ സപ്ലൈ. ഇനി ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു ഫിൽറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ എന്താണ് ചെളിയൊന്നും കയറി അകത്ത് വെല്ലമൊക്കെ ക്ലോഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പോർസ് ക്ലോഗ് ചെയ്യാതിരിക്കാൻ ഫിൽറ്റർ മെറ്റീരിയൽ കൂടി ഫിൽറ്റർ ചെയ്ത വാട്ടറാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ബ്രിക്ക് മേസൻട്രിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൽ ഓപ്പൺ ജോയിൻസ് ഉണ്ട്. വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ജോയിൻസിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പെർക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനെ നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, ഇനി ചില സമയത്ത് ഇങ്ങനെ ഇൻഫിൽട്രേഷൻ വെല്ലിൽ എല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു കോമൺ വെല്ലുണ്ടാവും. അതായത് ഈ എല്ലാ വെല്ലിൽ നിന്നുള്ള വെള്ളം ഈ ഒരു കോമൺ വെല്ലിലേക്ക് പമ്പ് ചെയ്യും. എന്നിട്ട് ആ കോമൺ വെല്ലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും കൺസ്യൂമേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ വെള്ളം എടുക്കുന്നത്. സോ ഈ കോമൺ വെല്ലിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ജാക്ക് വെൽ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. എന്താണ് ജാക്ക് വെല്ല? ആ ഒരു കോമൺ വെൽ, അത് ഇൻഫിൽട്രേഷൻ വെൽസിനെ എല്ലാം ഒരു കോമൺ ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. എന്തിനാണ്, അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെള്ളം പോകുന്നത്. ആ കോമൺ ടാങ്കിന് അല്ലെങ്കിൽ കോമൺ വെല്ലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജാക്ക് വെൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ എഴുതിക്കോ, ദീസ് ആർ ഷാലോ വെൽസ്, ഇൻഫിൽട്രേഷൻ വെൽ, ദീസ് ആർ ഷാലോ വെൽസ് constructed in series. These are shallow wells constructed in series along the banks of a river. Along the banks of a river, in order to collect water. In order to collect water that seeps through the ground. That seeps through the ground. Next point. These are constructed with brick masonry. These are constructed with brick masonry having open joints. Water percolates through these joints. Water percolates through these joints and gets collected in these wells. Gets collected in these wells. Sometimes water from various infiltration wells. Sometimes water from various infiltration wells are connected to a common tank. Are connected to a common tank, and from there it is taken for treatment. From there that is taken for treatment. That common tank is called jack well. എന്ത് വിളിക്കും? ജാക്ക് വെൽ എന്നാണ് പറയുന്നത്. ജാക്ക് വെൽ. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സോഴ്സസ് ഓഫ് വാട്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൺവെയൻസ് ഓഫ് വാട്ടർ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.